AC Learning, powered by Elegant Central Education and Research Center. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗമാണ്. വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ഭൂമിയിലെ എല്ലാ ജീവികളും, ചെടികളും മൃഗങ്ങളും കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ, അതുപോലെ ഉള്ള എല്ലാ ജീവികളും ഒന്നിച്ച് നിൽക്കുന്നവയാണ്. ഒരു വലയിലെ കണ്ണികൾ എന്ന പോലെ. ഈ വലയിൽ ഒരു കണ്ണി പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വല അയഞ്ഞ് ഇല്ലാതായിപ്പോവും. പാമ്പും തവളയും കൊതുകും എട്ടുകാലിയും കടുവയും മാനും മനുഷ്യരും പുല്ലും പുൽച്ചാടിയും ഒക്കെ ഈ വലയിലെ കണ്ണികളാണ്. ഇവയൊക്കെ ജീവനില്ലാത്ത ലോകത്തിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്നവയുമല്ല. മണ്ണും പാറയും വെള്ളവും വായുവുമൊക്കെയായി ഒന്നിച്ചു നിൽക്കുന്നവയാണ്. വെള്ളവും വായുവും മണ്ണും ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നുണ്ടാവുമോ? അതുകൊണ്ട് ഭൂമിയിലെ എല്ലാ ജീവികളും ജീവനില്ലാത്തവയും ഒന്നിച്ചു നിന്നാലേ എല്ലാത്തിനും നിലനിൽപ്പുള്ളൂ. അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നൊരു പാഠഭാഗമാണ് ഏത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതും, അതായത് മനസ്സിലാക്കാൻ പോകുന്ന പാഠം. ഏത്? ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിയുമെന്ന പാഠഭാഗം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഇത് എന്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്? എന്തിൻ്റെ ചിത്രമാണ്? ഒരു കിങ് ഫിഷർ, അതായത് ഒരു പൊന്മാൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കിങ് ഫിഷർ എന്തിനായിരിക്കും ആ പോണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക? എന്തിനായിരിക്കും? അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ കിങ് ഫിഷർ എവിടെയാണ് ജീവിക്കുക? സാധാരണ പോണ്ടിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ജീവിക്കുക. കിങ് ഫിഷർ ലിവ് ഇൻ ഡെൻസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഓർ പോൺസ്, അതായത് നദിയുടെയും അതുപോലെ വല്ല പോൺസിൻ്റെ ഒക്കെ തീരത്തുള്ള കുഞ്ഞു കുഞ്ഞ് പൊത്തിലാണ് ആര് ജീവിക്കുന്നത്? കിങ് ഫിഷർ ജീവിക്കുന്നത്, അതായത് പൊന്മാൻ ജീവിക്കുന്നത്. എന്തിനായിരിക്കും അവിടെ ജീവിക്കാൻ കാരണം? കാരണം എന്താ? അതിന് കഴിക്കാനുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട്. അത് കഴിക്കുന്ന ഫുഡ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഫിഷാണ് അവർ കഴിക്കുക, അല്ലേ? ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് വെയർ ദേ ക്യാൻ ക്യാച്ച് ഫിഷ് നിയർ വാട്ടർ ബോഡീസ്, അതായത് ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അതായത് ജലസ്രോതസ്സുകളുള്ള, മീനുകളുള്ള സ്ഥലങ്ങളാണ് അവ താമസിക്കുവാനായി കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഭക്ഷണം വേണമല്ലേ? അപ്പോൾ ജീവികൾക്കാണെങ്കിലും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് പൊന്മാനും. പൊന്മാൻ എവിടെയാണ്? നദീതീരത്തോ അല്ലെങ്കിൽ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അവിടെ എന്തായിരിക്കും? അവിടെ മീനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പൊന്മാനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, ഇല്ലേ? അതുപോലെ തന്നെ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ജീവിയാണ് ആട്, അല്ലേ? ഗോട്ട് അതായത് ആട്. ആടിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ്? എന്തായിരിക്കും ആടിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം? ഗ്രാസ്, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഇല. പിന്നെന്താണ്? പഴത്തൊലി.
ബനാനയുടെ പീല് അല്ലേ? അപ്പോൾ ആട് കഴിക്കണത് എന്താണ്? ഗ്രാസ്, അതുപോലെ തന്നെ ബനാന പീല്, അതുപോലെ ജാക്ക് ഫ്രൂട്ട് ലീവ്സ്. അതുപോലെ സസ്യങ്ങൾ പ്ലാന്റ്സ് കഴിക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ഓൺ പ്ലാന്റ് പാർട്സ്. പ്ലാന്റ്സ് കഴിക്കുന്ന അല്ലെങ്കിൽ സസ്യങ്ങൾ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഡിയർ ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ബഫല്ലോ, പിന്നെ കൗവുണ്ട് അല്ലേ? ഇനിയുമുണ്ട് മൃഗങ്ങൾ. നമ്മളിതിൽ വളരെ കുറച്ച് മൃഗങ്ങളെ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടു. ഓരോ ജീവികളും കഴിക്കുന്ന ആഹാരങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? എന്താ ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്ക്? ഓരോ ജീവിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? ആഹാരം വേണം അല്ലേ? ഫുഡ് വേണം. അവർക്ക് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ, ജീവിക്കാൻ എന്ത് വേണം? ഫുഡ് വേണം. ഓരോ ജീവിക്കും ഓരോ തരം ഫുഡാണല്ലേ? പലതരം ഫുഡുകളാണല്ലേ? ഒരേ ഫുഡ് കഴിക്കുന്ന ജീവികളുണ്ട് ഇല്ലേ? ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, സസ്യഭാഗങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് കഴിക്കുന്ന ജീവികളെ നമ്മൾ കണ്ടു ഇല്ലേ? അതുപോലെ ഓരോ ജീവിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഫുഡ് ആവശ്യമാണ്. ഇതുപോലെ പലതരം ആഹാരങ്ങൾ കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇല്ലേ? ഇപ്പോൾ നമ്മൾ പുല്ല് കഴിക്കുന്ന അല്ലെങ്കിൽ സസ്യഭാഗങ്ങൾ കഴിക്കുന്ന പ്ലാന്റ്സൊക്കെ കഴിക്കുന്ന ജീവികളെ നമ്മൾ കണ്ടു ഇല്ലേ? അതുപോലെ തന്നെ പലതരം ആഹാരം കഴിക്കുന്ന, പലതരം ഫുഡ് കഴിക്കുന്ന ഓർഗാനിസംസ് നമ്മുടെ ചുറ്റുമുണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി എന്ത് വേണം? ഫുഡ് വേണം. ഫുഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ്. അതായത് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരവും അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാസസ്ഥലവും. ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ക്ലാസ്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ആരൊക്കെയുണ്ട് ഈ ചിത്രത്തിൽ? കുറ്റിയുണ്ട്, തവളയുണ്ട്, പിന്നെ ആമയുണ്ട്, പിന്നെ സ്നെയിലുണ്ട്, ഓക്കെ, തുമ്പിയുണ്ട്, കാക്കയുണ്ട്, അങ്ങനെ ഫിഷസ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, പാമ്പുണ്ട്. ഓക്കെ, ഒരുവിധ ആൾക്കാരെയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവയിൽ പ്ലാന്റ്സ് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? അതുപോലെ ചെറിയ ഫിഷസ് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? സസ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവികളും അതുപോലെ ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികളും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിയേ. ഇതൊക്കെ നമുക്കറിയാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ് അല്ലേ? പ്ലാന്റ്സ് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ഓർഗാനിസംസ് വിച്ച് ഫീഡ് ഓൺ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? പ്ലാന്റ്സ് കഴിക്കുന്നത് ഇതിൽ കാണുമ്പോൾ ഇതിലേതാണ്? ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? സ്മോൾ ഫിഷസ്, ഗ്രാസ് ഹോപ്പർ, വേം, സ്നെയിൽ, ടോർട്ടോയ്സ്, ഡ്രാഗൺ ഫ്ലൈ. അപ്പോൾ ഈ ചിത്രത്തിൽ പ്ലാന്റ്സ് കഴിക്കുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? സ്മോൾ ഫിഷസ്, ഗ്രാസ് ഹോപ്പർ,
വേം, സ്നെയിൽ, ടോർട്ടോയിസ്, ഡ്രാഗൺ ഫ്ലൈ. ഇനി ഇതിൽ സ്മോൾ ഫിഷസിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? അതായത് ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലാർജ് ഫിഷസ്, ക്രെയിൻ, നമ്മുടെ കൊറ്റി, ഫ്രോഗ്, ക്രാബ്, ബേർഡ്, വാട്ടർ സ്നേക്ക്. ഏതൊക്കെയാണ്? ലാർജ് ഫിഷസ്, വലിയ മീനുകൾ, ക്രെയിൻ, കൊറ്റി, ഫ്രോഗ്, തവള, ക്രാബ്, ഞണ്ട്, ബേർഡ്, പക്ഷികൾ, വാട്ടർ സ്നേക്ക്, പാമ്പ്, വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പ്. ഇവരൊക്കെയാണെന്ത്? ചെറിയ ഫിഷസിനെ, സ്മോൾ ഫിഷസിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ്. അത് ആഹാരമാക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവികൾ. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാവരും ടെക്സ്റ്റിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇതുപോലൊരു കള്ളിയൊക്കെ വരച്ച് നിങ്ങളുടെ സയൻസ് നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Does one organism feed on more than one organism? അതായത് ഒരു ജീവി ഒന്നിലധികം ജീവികളെ ആഹാരമാക്കുന്നുണ്ടോ? Does one organism feed on more than one organism? ഒരു ജീവി ഒന്നിലധികം ജീവികളെ ആഹാരമാക്കാറുണ്ടോ? ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു ക്വസ്റ്റ്യനും കൂടി. ആർ ദർ ഓർഗാനിസംസ് വിച്ച് ബിക്കം ഫുഡ് ഫോർ മോർ ദാൻ വൺ ഓർഗാനിസം? അതായത് ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്നവയുമുണ്ടോ? ഒരു ജീവി ഒന്നിലധികം ജീവികളെ ആഹാരമാക്കാറുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്ന ജീവികളുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? യെസ്, ഉണ്ടല്ലേ? ഇല്ലേ? ഒരു ജീവി ഒന്നിലധികം ജീവികളെ ആഹാരമാക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കൊറ്റീനെ നമുക്കെടുക്കാം. കൊറ്റി, അതായത് ക്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്രെയിൻ ആരൊക്കെയാണ് ആഹാരമാക്കുന്നത്? ഫ്രോഗ്, ക്രാബ്, അതുപോലെ സ്മോൾ ഫിഷസ് അല്ലേ? അവരൊക്കെ ആഹാരമാക്കുന്നതാണ് ആര്? കൊറ്റി ഇല്ലേ? അതുപോലെ തന്നെ ഒരു ബേർഡ് എന്തിനൊക്കെയാണ് കഴിക്കുന്നത്, ആഹാരമാക്കുന്നത് എന്തിനൊക്കെയാണ്? ഗ്രാസ് ഹോപ്പർ, വേം, സ്നെയിൽ, ഡ്രാഗൺ ഫ്ലൈ അല്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ചോദ്യം കൂടി ടീച്ചർ ചോദിച്ചില്ലേ, ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്ന ജീവികളുണ്ടോയെന്ന്. ഒരു ജീവി തന്നെ പല ജീവികൾക്ക് ആഹാരമാകുന്നുണ്ടോയെന്ന്. ഉണ്ടല്ലേ? എന്താ അതിന് ഉദാഹരണം? അതായത് ഈ വേമും അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പറൊക്കെ ലാർജ് ഫിഷസിനും അതുപോലെ ക്രെയിനും ഫ്രോഗിനും അതുപോലെ തന്നെ ബേർഡ്സിനൊക്കെ ബേർഡ്സൊക്കെ ഇവയെ ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ ഗ്രാസ് ഹോപ്പറും വേമൊക്കെ ക്രെയിൻ അതുപോലെ തന്നെ ബേർഡ്, ഫ്രോഗ്, ഫിഷ് ഇവർക്കൊക്കെ ആഹാരമാണ്. ആരെ? ഈ ഗ്രാസ് ഹോപ്പറും വേമൊക്കെ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതാണ് അല്ലേ?
ക്രെയിനിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്? ഫ്രോഗ്, ഫിഷ്, അതുപോലെ തന്നെ ക്രാബ് അല്ലേ? അതുപോലെ തന്നെ ബേർഡിൻ്റെ എന്താണ്? ഡ്രാഗൺ ഫ്ലൈ, വേം, സ്നെയിൽ, ഗ്രാസ് ഹോപ്പർ അല്ലേ? അതുപോലെ തന്നെ ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്നവയും ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടല്ലേ? അതും നമ്മൾ പഠിച്ചു. എന്താണ്? ക്രെയിനും ബേർഡിനും ഫ്രോഗിനും അതുപോലെ തന്നെ വലിയ ഫിഷസിനൊക്കെ ഒരുപോലെ ആഹാരം ആകുന്ന ജീവികളാണ് ഇതൊക്കെ. ഗ്രാസ് ഹോപ്പർ, വേം എന്നിവയൊക്കെ അല്ലേ? അതും നമുക്ക് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ ടീച്ചർ ഇതിലൊരു ചിത്രം കാണിച്ചില്ലേ? അതായത് ചിത്രങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു ശൃംഖല പോലെ വരച്ചു അല്ലേ? ഒരു വെബ് പോലെ ഇല്ലേ? അപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയ പ്രവർത്തനം ഒന്ന് പൂർത്തിയാക്കിയാലോ? വിട്ടുപോയതൊക്കെ നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം. പേജ് നമ്പർ 9 എടുക്കുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. അത് വയലിലുള്ള നമ്മളൊരു ചിത്രം കണ്ടില്ലേ? ഒരു പോണ്ടിലുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ശൃംഖല പോലെ എഴുതി, ഒരു വെബ് പോലെ നമ്മൾ എഴുതിയില്ലേ? ക്രെയിൻ ഫീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലാർജ് ഫിഷസ്, ബേർഡ്സ് ഫീഡ് ചെയ്യുന്ന ഒക്കെ ഒരു ശൃംഖല പോലെ, ഒരു വെബ് പോലെ നമ്മൾ നോക്കി ഇല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചു. അതായത് എവരി ക്രീച്ചർ ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസംസ്. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്, ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്, ക്രെയിൻ ഫീഡ് ഓൺ ഫിഷസ് അല്ലേ? അതായത് ചിത്രത്തിലെ, ഇപ്പോൾ നമ്മൾ ചിത്രം കണ്ടില്ല, ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെ, കുറേ സാധനങ്ങളെ, കുറേ ഓർഗാനിസംസിനെ ആഹാരമാക്കുന്നുണ്ട് ഇല്ലേ? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നുണ്ട്. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ഫീൽഡിലത്തെ ബാക്കിയുള്ള ഓർഗാനിസംസിനൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഈ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക നിങ്ങളെല്ലാവരും. പ്ലാന്റ് കഴിക്കുന്ന അല്ലെങ്കിൽ പ്ലാന്റ് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ് അതിൽ കണ്ടത്? ഏതൊക്കെയാണ്? സ്മോൾ ഫിഷ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, വേം ഉണ്ട്. അത് നമ്മൾ പ്ലാന്റിൻ്റെ അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് 3 ആരോ മാർക്ക് ഇടുക. എന്നിട്ട് സ്മോൾ ഫിഷ്, ഗ്രാസ് ഹോപ്പർ, വേം എന്നിങ്ങനെ എഴുതുക. ഇനി സ്മോൾ ഫിഷിനെ ആഹാരമാക്കുന്ന അല്ലെങ്കിൽ സ്മോൾ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ഏതാണ്? ലാർജ് ഫിഷ് ഉണ്ട്, അതുപോലെ എന്താ, ഫ്രോഗ് ഉണ്ടല്ലേ? ഇനി ഗ്രാസ് ഹോപ്പറിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഫ്രോഗ്. അതുപോലെ വേമിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഫ്രോഗ് തന്നെ അല്ലേ? ഇനി ലാർജ് ഫിഷിനെ, ഫ്രോഗിനെയൊക്കെ ഒരുപോലെ ഫീഡ് ചെയ്യുന്ന ആരാണ്? ക്രെയിൻ. അപ്പോൾ അതിൽ നിന്ന് ഒരു ആരോ മാർക്ക് ലാർജ് ഫിഷിൽ നിന്നും ഫ്രോഗിൽ നിന്നും ആരോ മാർക്ക് ഇട്ടിട്ട് ക്രെയിനിലേക്ക് കൊടുക്കുക. അപ്പോൾ ക്രെയിനാണ് ഇവരെ ആഹാരമാക്കുന്നത്. ഇനി ഫ്രോഗിനെ ആഹാരമാക്കുന്ന അല്ലെങ്കിൽ ഫ്രോഗിനെ ഫീഡ് ചെയ്യുന്ന വേറൊരു ജീവിയാണ് ഇതിലുള്ളത്. ഏതാണ്? വാട്ടർ സ്നേക്ക്. മനസ്സിലായോ? അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എല്ലാവർക്കും ജീവിക്കാൻ എന്ത് വേണം? ആഹാരം വേണം. എല്ലാവരും പരസ്പരം ഒന്നിച്ചാണ് നിൽക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ജീവി ഇല്ലെങ്കിൽ മറ്റേ ജീവി ഉണ്ടാവില്ല അല്ലേ? അതായത് പ്ലാന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്ലാന്റ് ഒന്നും ഇല്ല അല്ലെങ്കിൽ മണ്ണൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒരു റിലേഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? ഒരാളില്ലെങ്കിൽ മറ്റേ ആളും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വെബ് പോലെ, ഒരു കൂട്ടം പോലെയാണ് എല്ലാവരും നിലനിൽക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ തൊട്ടടിയിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്.
നമുക്കൊന്ന് നോക്കാം. ഡീർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്. അതായത് മാന്, മുയൽ, അതുപോലെ തന്നെ പുൽച്ചാടി, ഇവരൊക്കെ പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സാണ്. അതായത് പുല്ല് തിന്ന് ജീവിക്കുന്ന ജീവികളാണ് അല്ലേ. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. അതായത് ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തി ഈ ഒരു ആഹാരബന്ധം പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഈ ഒരു ഫുഡ് റിലേഷൻഷിപ്പ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡീറുണ്ട്, റാബിറ്റ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട് അല്ലേ, മാൻ, മുയൽ ആൻഡ് പുൽച്ചാടി അല്ലേ. ഇനി ഡീറിനെ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീറിനെ ഈറ്റ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ് ഉള്ളത്? ലയൺ അല്ലേ, അതുപോലെ തന്നെ ഫോക്സും. അതുപോലെ റാബിറ്റിനെ ഈറ്റ് ചെയ്യുന്നത് ഏതാണ് റാബിറ്റിനെ ഈറ്റ് ചെയ്യുന്നത്? ഫോക്സ് അല്ലേ. അതുപോലെ ഗ്രാസ് ഹോപ്പറിനെ ഈറ്റ് ചെയ്യുന്ന അതിലത്തെ ഒരു ജീവി എന്ന് പറഞ്ഞ് സ്നേക്ക് അല്ലേ. അതുപോലെ തന്നെ ഫോക്സിനെ ഈറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ഫുഡ് റിലേഷൻ ഏതാണ്? ഫോക്സിനെ ഈറ്റ് ചെയ്യുന്ന ആരാണ്? ലയൺ അല്ലേ. അതുപോലെ സ്നേക്കിനെ ഈറ്റ് ചെയ്യുന്ന ആരാണ്? ഈഗിള്, അതായത് പരുന്ത്. അപ്പോൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. പ്ലാന്റ് തൊട്ട് ഓരോ ഓർഗാനിസം, ഓരോ ക്രീച്ചേഴ്സും എല്ലാവരും പരസ്പരം ഒരാളെ ഫീഡ് ചെയ്ത് മറ്റൊരാളെ ജീവിക്കുന്നു. ഒരാളില്ലെങ്കിൽ മറ്റേയാൾ ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ഈ ഒരു ആഹാര ശൃംഖല അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് റിലേഷൻഷിപ്പ് എല്ലാവരും നോട്ട് പുസ്തകത്തിൽ വരച്ചെടുക്കുക കേട്ടോ. വരച്ചെടുത്ത് പഠിച്ചോളൂ, കാരണം എക്സാമിനൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണത്. അതൊന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് എഴുതി കഴിഞ്ഞാൽ കിട്ടാവുന്നതുള്ളൂ. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് വെക്കുക, എങ്ങനെയാണ് ഈ ഫുഡ് റിലേഷൻഷിപ്പ് ഒന്ന് വരയ്ക്കുക എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ കിട്ടാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. അതായത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ആഹാരത്തിനായിട്ട് ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്നു, അതായത് അവർ പരസ്പരം ആശ്രയിക്കുന്നു. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഈ ഒരു ഇന്റർ റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ഒന്നും കൂടിയും പറയാം, നോട്ട് ചെയ്തേക്കാം കേട്ടോ. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. അപ്പം എന്താണ് ഫുഡ് വെബ് എന്നുള്ളത് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ, കാരണം അത് എക്സാമിന് വരുന്നതാണ് കേട്ടോ. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഓക്കെ, അതായത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് എന്ത്? ആഹാര ശൃംഖലാജാലം. ഇപ്പോൾ ഒരു ചിത്രം ടീച്ചർ കാണിച്ചു തരാം. ചിത്രം കണ്ടോ?
കണ്ട ഓരോ ജീവികളും പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു ജീവി ഇല്ല, അല്ലെങ്കിൽ ഒരു ക്രീച്ചർ ഇല്ലെങ്കിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലിവിങ് ബീയിങ്സൊക്കെ പരസ്പരം ആശ്രയിച്ചിട്ടാണ് അവർ ഇൻ്റർറിലേഷനിലാണ് പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പരസ്പര ആശ്രയത്വമാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ് എന്ത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് പഠിച്ച് വെക്കുക കേട്ടോ. ഇപ്പം നമ്മൾ കുറേ ഫുഡ് വെബുകളൊക്കെ പഠിച്ചു അല്ലേ? ഇല്ലേ? നമ്മൾ ഒരു സ്മോൾ ഫിഷസിൻ്റെ, അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ, വേം, അവരെ ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ, അവരെയും ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ ഒക്കെ പഠിച്ചു. ഇനി ഇതുപോലെ തന്നെ മറൈൻ ഓർഗാനിസംസ്, അതായത് കടലിലെ ജീവികൾക്കും ഒരു ആഹാര ശൃംഖലയുണ്ട്, ഒരു ഫുഡ് വെബ് ഉണ്ട്. അതൊന്ന് നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും നോക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്കും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ വരച്ച പോലെ തന്നെയാണ് ഇതും വരയ്ക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കടലിൽ കുറേ ഓർഗാനിസംസ് ഉണ്ട്. ഏതൊക്കെയാണുള്ളത്? കടലിൽ കാണുന്ന അല്ലെങ്കിൽ മെറൈൻ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? അപ്പോൾ അത് ആദ്യം നമ്മളൊന്ന് ചിന്തിച്ച് വയ്ക്കുക. ഏതൊക്കെയാണ് മെറൈൻ ഓർഗാനിസംസ്? ഫിഷസ് ഉണ്ട്, സെർട്ടൈൻ ഉണ്ട്, സ്മോൾ ഫിഷസ് ഉണ്ട്, പ്ലാങ്ക്ടൺ ഉണ്ട്, സീ ടർട്ടിലുണ്ട്, ഷാർക്ക് ഉണ്ട്, അതുപോലെ സ്ക്വിഡ് ഉണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ കുറേ ക്രീച്ചേഴ്സ്. നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് ഇതിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഫുഡ് വെബ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലാങ്ക്ടണിൽ തുടങ്ങും. പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോൾ ക്രീച്ചറാണ്. ആ സ്മോൾ ക്രീച്ചറിനെ ആഹാരമാക്കുന്ന ജീവികളാണ് സ്മോൾ ഫിഷസ്, അതുപോലെ തന്നെ സെർഡൈൻ. അപ്പോൾ പ്ലാങ്ക്ടൻ്റെ അവിടെ നിന്ന് നേരെ സെർഡൈനിലേക്ക്, സ്മോൾ ഫിഷസിലേക്ക് വരയ്ക്കുക. ഇനി നെക്സ്റ്റ് അവിടെ നിന്ന് തന്നെ ഒരു ഏറ്റവും ചെറിയ ജീവി ഏതാണ്? സ്മോൾ ഫിഷസ് അല്ലേ? ഈ സ്മോൾ ഫിഷസിനെ ആഹാരമാക്കുന്നത് ആരൊക്കെയാണ്? സ്ക്വിഡ് ഉണ്ടല്ലേ, സ്ക്വിഡ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ സ്ക്വിഡിനെ ആഹാരമാക്കുന്നത് ആരാണ്? ഷാർക്ക് ഈ സ്ക്വിഡിനെ ആഹാരമാക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു വെബിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ്, ഒരു പോർഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഭാഗം ഫിഷസ് ഉണ്ട് ഇല്ലേ? മറൈൻ ഓർഗാനിസമാണ് ഫിഷ്. ആ ഫിഷസിനെ ആഹാരമാക്കുന്ന, അല്ലെങ്കിൽ ഫിഷസിനെ ഫീഡ് ചെയ്യുന്നൊരു ക്രീച്ചറാണ് ആര്? ഷാർക്ക്. അതുപോലെ തന്നെ സീ ടർട്ടിലും ഫിഷസിനെ ഈറ്റ് ചെയ്യുന്നതാണ്. സീ ടർട്ടിലും അതുപോലെ തന്നെ ഷാർക്കും. സീ ടർട്ടിൽ എന്ന് പറഞ്ഞാൽ ആമയില്ലേ, അതാണ് കടലാമ എന്ന് പറയും. അപ്പോൾ സീ ടർട്ടിലും ഷാർക്കുമാണ് ഫിഷസിനെ ആഹാരമാക്കുന്നത്. അപ്പോൾ അതിലേക്ക് യോജിപ്പിക്കുക ഫിഷസിൻ്റെ അവിടെ നിന്ന്. അതുപോലെ സീ ടർട്ടിനെ ആഹാരമാക്കുന്നത് ഷാർക്കുണ്ട്. അപ്പോൾ ഷാർക്കിൻ്റെ അവിടേക്ക് ആരൊക്കെ വരും? സ്ക്വിഡിനെ ആഹാരമാക്കുന്നുണ്ട് ഷാർക്ക്, അതുപോലെ സീ ടർട്ടിലിനെ ആഹാരമാക്കുന്നുണ്ട്, അതുപോലെ ഫിഷസിനെ ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ ഷാർക്കിൻ്റെ അവിടേക്ക് 3 ആരമാർക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ ഫിഷസിന് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? ഫിഷസ് എന്തെങ്കിലും കഴിക്കാണ്ട് ജീവിക്കില്ല, ചെറിയ ഫിഷസ്. അപ്പോൾ അവരുടെ അവിടേക്ക് പ്ലാൻ പാർട്സിൻ്റെ അവിടെ നിന്ന് ഇവിടേക്കൊരു ഫിഷസിൻ്റെ അവിടേക്കൊരു ആരമാർക്ക് കൊടുക്കുക. അപ്പോൾ അവിടേക്കൊരു ഫുഡ് വെബ് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ ഈ ഒരു ചിത്രം എല്ലാവരും മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഒരു ഫുഡ് വെബ് വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് വെബ് വരയ്ക്കാൻ പറഞ്ഞെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള ജീവികൾ, ഓർഗാനിസംസ്, ക്രീച്ചേഴ്സിനെയൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കാണുക, നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. എന്നിട്ട് ഏറ്റവും ചെറിയ ജീവിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് അതിനെ ആഹാരമാക്കുന്ന ജീവികൾ, അതിൽ നിന്നും അതിനെ ആഹാരമാക്കുന്ന ജീവികൾ, അങ്ങനെ ഒരു വെബ് പോലെ ഇതുപോലെ അരമാർക്കൊക്കെ കൊടുത്ത് വെബ് പോലെ പൂർത്തിയാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് വളരെ എളുപ്പമുള്ളൊരു ഇതാണ് ഫുഡ് വെബ്. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇപ്പം നമ്മൾ ഒരുവിധമൊക്കെ ഫുഡ് വെബ് വരയ്ക്കാൻ പഠിച്ചു ഇല്ലേ? ഇനി നിങ്ങൾ തന്നെ
ഒരു ഫുഡ് വെബ് വരയ്ക്കുക. എന്തിനെ പറ്റിയിട്ട്? നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മരത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഒരു ഫുഡ് റിലേഷൻഷിപ്പ് അവിടെ വരയ്ക്കുക. ടീച്ചർ ഒരെണ്ണം വരച്ചത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്സർവ് ദ ട്രീ ആൻഡ് ഫൈൻഡ് ഫുഡ് റിലേഷൻഷിപ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ട്രീയോ ഒബ്സർവ് ചെയ്തിട്ട് ഒരു ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫുഡ് വെബ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഞാൻ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതായത് പ്ലാവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാവിൽ കഴിക്കുന്നത് ആരാണ്? ഗോട്ടാണ്. ഗോട്ട്. അപ്പോൾ പ്ലാവിലെ നിന്ന്, ജാക്ക് ഫ്രൂട്ട് ട്രീയിൽ നിന്ന് ഗോട്ടിൻ്റെ അവിടേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കുക. ഗോട്ടിനെ കഴിക്കുന്നത് ആരാണ്? വലിയ സ്നേക്ക് അല്ലേ? അപ്പോൾ ഗോട്ടിൻ്റെ അവിടെ നിന്ന് സ്നേക്കിലേക്ക് വരയ്ക്കുക. അതുപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഇതൊക്കെ കഴിക്കണ ജീവിൻ്റെ ഇത് റാറ്റ്, എലി അല്ലേ? അതുപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഇലകളൊക്കെ കഴിക്കണ ജീവികൾ ഏതാണ്? വേംസ് ഇല്ലേ? അതായത് പ്ലാന്റ്സ് ആഹാരമാക്കുന്ന ജീവികളാണതൊക്കെ. അതുപോലെ തന്നെ ഇനി റാറ്റിനെയും സ്നേക്കിനെയും ഒരുപോലെ ആഹാരമാക്കുന്ന ജീവി ഏതാണ്? ഈഗിൾ. ഓക്കെ. വേമിനെ ആഹാരമാക്കുന്നതാണ്. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് വേമിനെ ആഹാരമാക്കുന്നത് ഏതാണ്? ഫ്രോഗ്. അപ്പോൾ സ്നേക്കിനെയും റാറ്റിനെയും ഫ്രോഗിനെയും ആരാഹാരമാക്കുന്നുണ്ട്? ഈഗിള് ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടില്ലേ, ആ ഒരു ഫുഡ് വെബ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഇതുപോലെ ഒരു ഫുഡ് വെബ് നിങ്ങളും വരയ്ക്കുക കേട്ടോ. നമ്മൾ ഒരുവിധം ഓർഗാനിസംസിനെ, ക്രീച്ചേഴ്സിനൊക്കെ നമ്മൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് അവരെയൊക്കെ വെച്ചിട്ടൊരു ആഹാര ശൃംഖല അല്ലെങ്കിൽ ഒരു ഫുഡ് വെബ്, ഒരു ഫുഡ് റിലേഷൻഷിപ്പ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോകാം. ഇനി ഈ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, ഡക്ക് ഉണ്ട്, പിന്നെ ഫ്രോഗ് ഉണ്ട്, ക്രെയിനുണ്ട്, ക്രാബുണ്ട്, സ്നെയിലുണ്ട്, ഫിഷസ് ഉണ്ട്. ഓക്കെ, ഒരുവിധം എല്ലാവരെയൊക്കെ പറഞ്ഞു. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കുളത്തിലുള്ള, ഈ പോണ്ടിലുള്ള ഫിഷിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്? വാട്ട് കമ്പോണൻസ് ഡസ് ദ ഫിഷ് ഇൻ ദ പോണ്ട് നീഡ് ടു സർവൈവ്? അതായത് പോണ്ടിൽ ജീവിക്കുന്ന മീനിന്, കുളത്തിലെ മീനിന് നിലനിൽക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്? ഒരു പോണ്ടിൽ ഒരു മീൻ നിൽക്കണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ, അത് അവിടെ ജീവിക്കണമെങ്കിൽ അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സൺലൈറ്റ് ആവശ്യമാണ് അല്ലേ? സൂര്യപ്രകാശം മസ്റ്റാണ്. പിന്നെ ഏതാണ്? സോയിൽ അല്ലേ? മണ്ണ് ആവശ്യമാണ്. പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ജലസസ്യങ്ങൾ. കാരണം എന്താണ്? അവ അതിനെ ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഏതാണ്? എയർ ആവശ്യമാണ്. ശ്വസിക്കണ്ടേ? അപ്പോൾ എയർ ആവശ്യമാണ്. പിന്നെ ഐഡിയൽ ടെമ്പറേച്ചർ, അതായത് എന്താണ് ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? അനുയോജ്യമായ താപനില. വളരെ ചൂട് കൂടിക്കഴിഞ്ഞാൽ മീനുകൾ ചത്തുപോയില്ലേ? അതുപോലെ വളരെ തണുപ്പായാലും ചത്തു. അപ്പോൾ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ, അനുയോജ്യമായൊരു താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു പോണ്ടിലെ ഒരു ഫിഷിന് നിലനിൽക്കാൻ സാധിക്കുള്ളൂ, അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ പോണ്ടിലുള്ള മറ്റ് ഓർഗാനിസംസ് അല്ലെങ്കിൽ മറ്റ് ക്രീച്ചേഴ്സിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ജീവനുള്ള ഘടകങ്ങളും ഉണ്ട്, ജീവനില്ലാത്ത ഘടകങ്ങളും ഉണ്ട് അല്ലേ? ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കമ്പോണൻസ് പഠിച്ചതിൽ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്.
അതുപോലെ ഈ പോണ്ടിലുള്ള ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓർഗാനിസംസ്, അത് ലിവിങ് തിങ്സ് ആയിക്കോട്ടെ നോൺ ലിവിങ് തിങ്സ് ആയിക്കോട്ടെ, അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ലിവിങ് തിങ്സ് ഏതൊക്കെയാണ് ആവശ്യമുള്ളത്? അക്വാട്ടിക് പ്ലാന്റ്സ് വേണം, ആൽഗെ, സ്മോൾ ഫിഷസ്, ക്രാബ്, ഫ്രോഗ്. അതാണ് ലിവിങ് തിങ്സ്. ഏത് ഓർഗാനിസവും ആയിക്കോട്ടെ, അതായത് പോണ്ടിൽ ജീവിക്കുന്ന ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, അതിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിവിങ് തിങ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്, ആൽഗെ ഉണ്ട്, സ്മോൾ ഫിഷസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. കാരണം ഇവരെയൊക്കെയാണ് ബാക്കിയുള്ള പോണ്ടിലുള്ള മറ്റ് ഓർഗാനിസംസ് ആഹാരമാക്കുന്നത്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിട്ടല്ല ഇരിക്കുന്നത്. അടുത്തത് നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ്ടിൽ ഉള്ള നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? എയർ ഉണ്ട്, സോയിലുണ്ട്, വാട്ടർ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്, പിന്നെന്താണ്? മോഡറേറ്റ് ടെമ്പറേച്ചർ, അനുയോജ്യമായ താപനില. അപ്പോൾ ഇതുപോലെ ക്ലാസിഫൈ ചെയ്തിട്ട് ലിവിങ് തിങ്സും അതുപോലെ നോൺ ലിവിങ് തിങ്സും പോണ്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാനായിട്ട് വേണ്ട ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സും ഇതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതിയേക്കുക കേട്ടോ, നോട്ട് ചെയ്ത് പഠിച്ചേക്കുക. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് ഒക്കെ തന്നിട്ട് ഇതുപോലെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഓർഗാനിസം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിതുപോലെ ലിവിങ് നോൺ ലിവിങ് ആയിട്ട് ടേബിൾ ചെയ്തിട്ട് എഴുതാനൊക്കെ പറയും, ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കും. ലിവിങ് തിങ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ? ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ, ജീവനുള്ള ഓർഗാനിസംസ്, ജീവനുള്ളവ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ജീവനുള്ള പ്ലാന്റ്സിന് ജീവനുണ്ട് ഇല്ലേ? അപ്പോൾ പ്ലാന്റ്സ്, അക്വാട്ടിക് പ്ലാന്റ്സ്, ആൽഗെ, സ്മോൾ ഫിഷസ്, ക്രാബ്, ഫ്രോഗ്, ഇതിനൊക്കെ ജീവനുള്ളതാണ്. നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തതാണ്. എയർ ഉണ്ട്, സോയിൽ, വാട്ടർ, സൺലൈറ്റ്, മോഡറേറ്റ് ടെമ്പറേച്ചർ. ജീവനില്ലാത്ത വസ്തുക്കൾ, അതുപോലെ ജീവനുള്ളത്, അതാണ് ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ ഇത് പോണ്ടിൽ മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരിക, വേറെ ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ വെച്ചിട്ട് പറയും. ഇപ്പോൾ മറൈനിലാണെങ്കിൽ പറയും. അപ്പോൾ അതുപോലെ സർവൈവ് ചെയ്യും ഒരു ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സും ഏതൊക്കെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഈ എടുത്തതൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വരിക. എന്നാലാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചു വരിക. ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല ചുറുചുറുക്കോടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.